പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളിലാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ ഉള്ളത്. നിയമനം പരമാവധി 3 or 4 ആയി നിജപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബോർഡിൽ 3 നാഷണൽ കൗൺസിൽ 4, അതിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന്. ബോർഡിൽ 3 നാഷണൽ കൗൺസിൽ 4. അപ്പോൾ എത്ര നോൺ മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് ബോർഡിന്റെ മെജോറിറ്റി നോൺ മുസ്ലിം ആവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന, ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 3 പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു. റിവേഴ്സ് സ്റ്റാറ്റസ് കോ, അതായത് ഒരു പ്രോപ്പർട്ടി വഖഫാണോ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണോ എന്നുള്ള തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ആ തർക്കം തീരുന്നവരെ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരുമെന്ന പുതിയ വകുപ്പിലെ സെക്ഷൻ 3 പരിപൂർണമായും ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തർക്ക വസ്തുക്കൾ വഖഫ് സ്വത്തുക്കളായിട്ട് തന്നെ തുടരും. അതിൽ സർക്കാരിന്റെ ഇടപെടലുകളോ സർക്കാർ ഏറ്റെടുക്കലോ നടക്കില്ല. ഇത്തരത്തിലുള്ള വകുപ്പുകൾ, അതുപോലെ അമുസ്ലിങ്ങളുടെ വകുപ്പ് സെക്ഷൻ 3 വകുപ്പ്, അതുപോലെ ബോർഡിലെയും കൗൺസിലിലെയും നിയമനങ്ങളിൽ പരമാവധി 3 or 4 കൂടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം, ഈ തരത്തിൽ വന്നിട്ടുള്ള ഇന്നത്തെ വിധി പരിപൂർണമായി നമുക്ക് പ്രതീക്ഷാജനകമാണ്. നമ്മൾ ഒരു പരിധിവരെ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നമുക്കുണ്ടായിരുന്ന ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിവാദ വകുപ്പുകളൊക്കെ തന്നെ സ്റ്റേ നിന്നുള്ളത് വിവാദ വകുപ്പുകളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്കപ്പെടുത്തിയ വകുപ്പ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ 3C ആയിരുന്നു. ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ഉടനെ തന്നെ ഗവൺമെന്റ് അതോറിറ്റി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരും എന്നുള്ള ഒരു വകുപ്പായിരുന്നു. അത് ഇന്ത്യയിലെ മുഴുവൻ ഒട്ടനവധി വഖഫുകളുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വകുപ്പായിരുന്നു. ആ വകുപ്പ് പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കോടതിയിലെ അതെ വളരെ പിന്നെ വഖഫ് അല്ലാതായി തീരും. മുഴുവൻ ആയിരക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ, ഡൽഹിയിലെ ജമാ മസ്ജിദ് ഉൾപ്പെടെ പൗരാണികമായ വഖഫ് സ്വത്തുക്കൾ പരിപൂർണമായും ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റിന്റെ കുടില തന്ത്രത്തിനേറ്റ തിരിച്ചടിയാണ് ഈ വിധി. പരിപൂർണമായും സുപ്രീം കോടതി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന, അതിന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന മുഴുവൻ മതേതര വിശ്വാസികൾക്കും പ്രതീക്ഷാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പറഞ്ഞത് മിനിമം 2 എന്നായിരുന്നു, മാക്സിമം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മിനിമം 2 അംഗങ്ങളെങ്കിലും ബോർഡിലും കൗൺസിലും അമുസ്ലിങ്ങൾ വേണമെന്നും എത്ര വേണമെങ്കിലും സർക്കാർ അമുസ്ലിങ്ങളെ കുത്തിനിറയ്ക്കാമായിരുന്നു. ആ അവസ്ഥ മാറി മുസ്ലിം വിശ്വാസികളെ ഭൂരിപക്ഷമാക്കണമെന്നും കൂടിപ്പോയാൽ 3 കൂടരുത്. വഖഫ് ബോർഡുകളിൽ, സംസ്ഥാന വഖഫ് ബോർഡുകളിൽ ഏറ്റവും കൂടുതൽ 3 കൂടുതൽ മെമ്പർമാരെ അമുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് ഇന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഒഴിവാക്കുകയാണ്. ബോർഡുകളിൽ അമുസ്ലിങ്ങളെ കുറച്ച് അതിന്റെ മതപരമായ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു പാർലമെന്റ് പാസാക്കിയ നിയമത്തിലുണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. കളക്ടർമാർ കൂടുതൽ കളക്ടർ അധികാരി ഇതാണ് ഒരു സെക്ഷൻ 3C വകുപ്പാണത്. സെക്ഷൻ 3C പ്രകാരം കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി, ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് വഖഫ് നിയമ ഭേദഗതിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ സ്റ്റേ ഇപ്പോൾ വന്നിരിക്കുന്നു. സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളിൽ വന്നിരിക്കുന്നു. തർക്കമുള്ള ഭൂമി വഖഫ് സ്വത്തായിട്ട് തന്നെ തുടരും എന്നുള്ളതാണ്. നേരത്തെ അതിന് ഒരു റിവേഴ്സ് വഖഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, അതുണ്ടാവില്ല. തർക്കമുള്ള ഭൂമി വഖഫായിട്ട് തന്നെ തുടരും. അമുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡിൽ മാക്സിമം 3 അംഗങ്ങൾ വരെ മാത്രമേ ആകാൻ പാടുള്ളൂ. ഭൂരിപക്ഷം അപ്പോഴും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാകണമെന്ന സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ഭേദഗതി കൂടി അതിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഭേദഗതിയോ അതല്ലെങ്കിൽ സ്റ്റേയോ ഏർപ്പെടുത്തിക്കൊണ്ടാണ് വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇടക്കാല വിധിയാണ്. വഖഫ് ബില്ലിന് പൂർണ്ണമായിട്ടുള്ള സ്റ്റേ ഇല്ല, ഭാഗികമായി സ്റ്റേ മാത്രമാണ് വന്നിരിക്കുന്നത്. വഖഫ് ബോർഡ് ഉന്നയിച്ച പല വിഷയങ്ങളും ശരിയാണ് എന്ന് സുപ്രീം കോടതി സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിന്റെ ഹർജിയിന്മേൽ ഭാഗികമായി സ്റ്റേ അനുവദിച്ചിരിക്കുന്നു, പൂർണ്ണ സ്റ്റേ ഇല്ല.